ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് എളുപ്പത്തിനൊരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോയുടെ ഇന്ത്യ ഗേറ്റ് അരി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 2 കിലോ ചിക്കനും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സവോള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ മസാലകളായ 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മസാലപ്പൊടി, എന്നിട്ട് ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ ഇട്ട് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചിക്കൻ അവിടെ വെച്ചേക്കണം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കാവേ. അപ്പോൾ ഞാനവിടെ സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മറ്റേത് പേസ്റ്റാക്കി വെച്ച് ചിക്കൻ മാഗ്നേറ്റും ചെയ്തും വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റ് റൈസ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിയും സവാളയും കൂടെ ഒന്ന് നെയ്ക്കകത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. അതൊന്ന് മൂക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ചീനിച്ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ അരി ഇടുമ്പോൾ, വെള്ളത്തിൽ വേവിക്കാനിടുമ്പം നമ്മൾ കുറച്ച് മസാലക്കൂട്ടുകൾ ഇടുമല്ലോ, അതിന് വേണ്ടി അതും അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്ത് ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അരി ഉപ്പും മസാലകളും ക്യാരറ്റും ഇട്ട് അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് കുക്കറിനകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ്റെ ആ എണ്ണ തന്നെയാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. ആ എണ്ണ ഒഴിച്ചിട്ട് കുക്കറിലോട്ട് ഒഴിച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമ്മുടെ സവാള അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിനകത്തോട്ട് അരിഞ്ഞ് വെച്ച് 2 തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് ഞാനിവിടെ ഒരു ചിക്കൻ ക്യൂബ് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഇട്ട് കൊടുത്തത്. അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് അതിനകത്തോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മസാലപ്പൊടി, പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരിച്ചിരി മല്ലിപ്പൊടിയും ഒരിച്ചിരി കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം എൻ്റെ ഒരു അളവിനാണ് ഞാൻ ചേർക്കുന്നത്. അത് നിങ്ങൾക്ക് ആവശ്യത്തിന് അളവിനനുസരിച്ച് ചേർക്കാം. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇച്ചിരി ഉപ്പും വെച്ച് ഒരു വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഞാനപ്പോൾ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ ഗ്രേവിക്കകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക, കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ എൻ്റെ പാത്രത്തിൽ കൊള്ളാത്തതുകൊണ്ട് ഞാൻ കുക്കറിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലോട്ടാക്കിയേ. അപ്പം അതൊന്ന് തിളച്ച് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്, ഗ്രേവി. പിന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള കൂട്ടങ്ങളാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അരി ഇവിടെ തിളച്ച് നല്ല വെന്ത് വന്നിട്ടുണ്ട്, ഞാൻ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഗാർണിഷ് ചെയ്യുന്ന പരിപാടിയാണ് ലാസ്റ്റ് ഘട്ടം. അപ്പം ആ ഗ്രേവിക്കകത്തോട്ട് മല്ലിയില ഇടുക, കുറച്ച് ചോറ് തട്ടിയിടുക, അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഈ ഗാർണിഷ് ചെയ്യാൻ വെച്ചേക്കുന്ന ഐറ്റംസ് എല്ലാം ഇട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിനി ഇവിടെ സെർവ് ചെയ്യുവാണ്. നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിലാണ്, ഞാൻ കുറച്ച് ടൈം കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ലവ് യു ആൻഡ് ബൈ.